ഹായ് മച്ചാമാരെ, എല്ലാവർക്കും ഇതിനകത്ത് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നലെ നമ്മളെ വീഡിയോ ഇട്ടായിരുന്നു നമ്മളെ മാഞ്ചസ്റ്റർ എന്നുള്ള സൈക്കിള് നമ്മൾ വാങ്ങുന്നത്. ഇന്ന് അതിന്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ മാഞ്ചസ്റ്റർ സൈക്കിൾ ഏകദേശം എന്ന് പറയുകയാണെങ്കിൽ ഒരു 3-4 ആഴ്ച എടുത്തിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ റൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നാണ് റൈഡ് പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സൈക്കിൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിൽ നമ്മളെ സാധനം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ജസ്റ്റ് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നമ്മളെ മാഞ്ചസ്റ്ററിന്റെ സൈക്കിൾ ഇവിടെ ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ അതിന്റെ മുമ്പിലുള്ള നമ്മൾ കാർബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് പറിച്ചറിയാം. ഇത് പറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൈക്കിളിൽ റോൾ ചെയ്തിട്ടുള്ള കാർബോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ സൈക്കിൾ ഇഷ്ടം നിങ്ങൾ കണ്ടു അടിപൊളി പക്കേ ഞങ്ങൾ ടീമാണ്. അതുകൊണ്ട് മാത്രം വാങ്ങിച്ചതല്ല. കാരണം ബാർസലോണ അത് 3 കമ്പനി 3 ബ്രാൻഡിൽ കാണാൻ ഈ ഭംഗി തോന്നിക്കുന്നത് മാഞ്ചസ്റ്ററാണ്. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് റൗണ്ട് അടിച്ച് നമ്മൾ സൈക്കിളിൽ കാണാൻ. പിന്നെ നമ്മളെ ഈ സൈക്കിളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് സ്ലോഗ് കമ്പനിയാണ്. പക്ഷെ സ്ലോഗിന്റെ പേര് മാറ്റി 91 ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു സൈക്കിള് ലാസ്റ്റ് മോഡൽ ആയതുകൊണ്ടാണ് അത് സ്ലോഗ് തന്നെ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് സ്ലോഗ് തന്നെ, പക്ഷെ അതിന്റെ പേര് മാറ്റി 91 എന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ സൈക്കിളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു സൈക്കിളിന്റെ ഈ ഒരു കമ്പി വരുന്നത് അലോയി ആണ്. അതുമാത്രമല്ല ഇതിന് ഏകദേശം 5 ഇയേഴ്സ് ഗ്യാരണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിൽ കൂടുതലെത്തും. ഈ ഒരു കമ്പനി 5 ഇയേഴ്സിന് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ സൈസ് എന്ന് പറയാനാണെങ്കിൽ 18.5 ആണ്. അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഇതിന്റെ അലോയി 60.61 ആണ്. 60.61. ഓക്കെ, ഇതിന്റെ അലോയി 60.61 ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഗിയർ എന്ന് പറയാനാണെങ്കിൽ 1 തൊട്ടിട്ട് ഏകദേശം 7 വരെ ഉണ്ട്. ഫ്രണ്ട് 1 തൊട്ടിട്ട് 3 വരെ ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഷിഫ്റ്റേഴ്സ് എന്ന് പറയാനാണെങ്കിൽ ഷിമാനോന്റെ സ്ട്രാവയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ പറയാനാണെങ്കിൽ ഷിമാനോന്റെ അസേറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗിയറും കൂടിയാണ് വരുന്നത് ബാക്ക്. പിന്നെ ഇതിന്റെ ഡിസ്ക് പറയാനാണെങ്കിൽ സൂമിന്റെ ഡിസ്ക് ആണ്. അതുപോലെ തന്നെ ഈ ഒരു സൈക്കിളിന് ആക്ഷൻ ലോക്കൗട്ടും അതുപോലെ തന്നെ ലോക്കിനും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. പിന്നെ നമ്മളിത് ഇവിടെ ലഗേജ് കാരിയർ വെച്ചിട്ടുണ്ട് നമ്മൾ സൈക്കിൾ മേലെ. ഇത് കറക്റ്റ് ടൈറ്റ് അല്ല കേട്ടോ, ഒരു കമ്മി കൂടി വെക്കാനുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോകുന്നതാണല്ലോ നമ്മളെ സൈക്കിളിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇന്ന് വൈകുന്നേരമാണ് പോകുന്നത്. ഓക്കെ, അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്തിരിയില്ല. നമ്മളെ മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈക്കിൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റിവ്യൂ ചെയ്ത് കാണിക്കാൻ മാത്രമേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൻ്റെ കുറച്ച് മുന്നോട്ടുള്ള ഒരു വയലിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു സൈക്കിളിൻ്റെ റേറ്റ് എന്ന് പറയാനാണെങ്കിൽ 23 ആണ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്കറിയാം, എൻ്റെ ഇക്കാക്കൻ്റെ ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കിളിന് ഏകദേശം വാങ്ങുമ്പോൾ തന്നെ ഒരു 21-22 റേറ്റാണുള്ളത്. പക്ഷെ ഇപ്പം അതിന് കുതിച്ച് കയറി കേട്ടോ, 29 മാറിയിട്ടുണ്ട്. അപ്പോൾ അതെ, ഈ ഒരു സൈക്കിളിന് വേണ്ടി റേറ്റ് കൂടിയേ ഉള്ളൂ. ഓക്കെ, അതെ, ഇപ്പോൾ 23 റേറ്റിന് വാങ്ങാൻ പറ്റിയ ഒരു അടിപൊളി സൈക്കിളെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ ലാച്ചിയിൽ ഇപ്പോൾ ഏകദേശം ഒരു സൈക്കിളും കൂടി ഉണ്ട്, ബാഴ്സലോണാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വേണമെങ്കിൽ ജസ്റ്റ് പോവാം, അല്ലെങ്കിൽ പെട്ടെന്ന് ആ സ്റ്റോക്ക് തീർന്നു പോകുന്നതായിരിക്കും. ബാഴ്സലോണ ഫാൻസ് ഉണ്ടെങ്കിൽ അത് വാങ്ങാം, മാഞ്ചസ്റ്റർ ഉണ്ടെങ്കിൽ അത് വാങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മളെ മച്ചാമാരെ, നമ്മൾ ഇന്നത്തെ മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈക്കിളിൻ്റെ കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിച്ചു. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് എനിക്കാക്കി എക്സാമ്പിളാണ് നമ്മൾ പെട്ടെന്ന് വന്നു കേട്ടോ. അതുകൊണ്ട് ഓർഡർ എടുക്കാൻ മറന്നു, അതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മൾ ഈ മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കിൾ വാങ്ങിച്ച ഷോപ്പ്, അതായത് ലാച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോപ്പിന് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ബാഴ്സലോണ സൈക്കിൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. വേണമെങ്കിൽ വേണ്ടവർ പെട്ടെന്ന് വാങ്ങിക്കട്ടോ. സൈക്കിൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ 20ന്റെ മുകളിൽ റേറ്റുള്ള സൈക്കിൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അത് ഉറപ്പായിട്ട് വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിച്ചു. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് നല്ല കിടുക്കാച്ച വീഡിയോ ഞാൻ വീട്ടിൽ പ്രതീക്ഷയില്ല. ക്യാമറ വെച്ചാൽ നിൽക്കാക്കിയുടെ സൈനിങ് ഔട്ട്.